ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മേക്ക് ഓവറാണ്. ഒരു ചെറിയ മേക്ക് ഓവർ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അത് അത്ര അറേഞ്ച്ഡ് ഒന്നുമല്ല, ഒരു റാൻഡമായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആന്തൂറിയത്തിനൊക്കെ വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ചെറിയ വീഡിയോ ആണ്, ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെടികളൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പലക വെച്ചിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ പ്ലാന്റ്സൊക്കെ അവിടെ നിന്ന് മാറ്റി ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത് ഒന്ന് അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് അവിടുത്തെ കല്ലൊക്കെ ഒന്ന് സൈസാക്കി ലെവലാക്കി വെക്കണം. അപ്പം ഇതിനൊരു 2 വെട്ടുകല്ല് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സാധാരണ പലകയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ പ്ലാന്റ്സ് വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണുമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. 2 ഇഷ്ടിക വെച്ചിട്ട്, അതായത് വെട്ടുകല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പലക വെച്ചു. അതിന് മുകളിൽ വലിയ വലിയ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ താഴെ ചെറിയ പ്ലാന്റ്സും അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതിൽ പിന്നെ നമ്മുടെ വലിയ പ്ലാന്റ്സൊക്കെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. ഫാംസും പിന്നെ കേശവർദ്ധിനി കുറച്ച് ഓവർ ഗ്രോൺ ആയിരുന്നു. അപ്പോൾ അതൊന്ന് പിടിച്ച് സ്റ്റിക്ക് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ അനന്തശയനൻ അല്ലെങ്കിൽ നിശാഗന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. അതും കുറച്ച് അധികം വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിക്ക് വെച്ച് അതും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആന്തൂറിയംസൊക്കെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ്, എന്നാൽ ഡയറക്റ്റ് മഴയും വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല, അങ്ങനെ ഒരു ഇറഭാഗമാണിത്. പിന്നെ താഴെയായിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് ചെടികളുണ്ട്, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആ സൈഡിൽ നമ്മുടെ ടൊറീനോ പ്ലാന്റ്സ് ആണ്, അതായത് കാക്കപ്പൂ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പർപ്പിൾ കളറാണ്, നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. അത് നമ്മുടെ പ്ലാന്റ് പോട്ടിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നിലത്തൂടെ നന്നായിട്ട് പടർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം അതിന് ശേഷം ഒക്കെ ശരിയാക്കണം, ഫ്ലവേഴ്സൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ പലകയും ഇഷ്ടികയൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് ഇടയ്ക്ക് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ഗാർഡനിങ്ങിൻ്റെ ഒരു ബോറിങ് ഉണ്ടാവില്ല. പിന്നെ പുതിയൊരു രൂപത്തിൽ നമ്മുടെ ചെടികൾ കാണാനും പറ്റും. ഇതൊക്കെ ശരിക്കും 0 കോസ്റ്റ് അറ്റംപ്റ്റുകളാണ്. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ ചെറിയ മേക്കേഴ്സൊക്കെ നമുക്ക് വരുത്തി നോക്കാം. ഒരു ഇൻട്രസ്റ്റ് കൂടും, നല്ലൊരു ഐഡിയ ആയിരിക്കും. ആന്തൂറിയത്തിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ 1-2 മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആന്തൂറിയം എപ്പോഴും ഫ്ലവറിങ് ആയിട്ട് നമ്മുടെ വീടിന് മുറ്റത്ത് നിൽക്കുന്ന കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ആന്തൂറിയം നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് എപ്പോഴും അതിൽ പൂക്കളുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി.